ഹായ് പ്രിയ സുഹൃത്തുക്കളെ, പണ്ടൊരു കാലമുണ്ടായിരുന്നു. ഇസ്ലാമിക പണ്ഡിതന്മാർ എന്താണോ പറയുന്നത് അതങ്ങനെ തന്നെ തൊള്ള തൊടാതെ വിഴുങ്ങുകയും കണ്ണടച്ചു വിശ്വസിക്കുകയും ചെയ്ത് ഇതാണ് മതത്തിന്റെ ഓൾ ഇൻ ഓൾ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇന്ന് അതിൽ നിന്നും ഏറെ മുന്നോട്ട് ഒരു പ്രബുദ്ധ കേരളം സഞ്ചരിച്ചു തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇസ്ലാമിലെ സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനെതിരെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇവര് പറയുന്ന പഴയ മാമൂലുകളൊന്നും, പ്രത്യേകിച്ച് ഗോത്രകാലത്തെ നിയമങ്ങളൊന്നും ഇന്ന് ഞങ്ങൾക്കനുസരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു മതമല്ല ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മതം. പെണ്ണിന്റെ എല്ലാ സ്വകാര്യതകളിലേക്കും ഊളിയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന, ഇടിച്ചു കയറുന്ന ഒരു മതത്തിന്റെ ഭാഗവാക്കാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. തന്നെയുമല്ല, ഈ മതപ്രമാണങ്ങളെയും മതപ്രഭാഷകരെയും ഒക്കെ തരാതരം കിട്ടുന്ന അവസരങ്ങളിൽ ക്രിട്ടിസൈസ് ചെയ്യാനും അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് എന്ന് തുറന്നു പറയാനും അവർക്ക് ലഭിച്ചിരിക്കുന്ന മാധ്യമങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ക്ലബ് ഹൗസ് തുടങ്ങിയതോടുകൂടി ഒരുപാട് പെൺകുട്ടികൾ, നമുക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം പെൺകുട്ടികൾ എന്താണ് ഇസ്ലാം എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട്, തന്നെയുമല്ല ഇസ്ലാമിനെ വെള്ളപൂശാൻ വേണ്ടി വരുന്നവർ പഠിച്ചിട്ട് വെള്ളപൂശാൻ വരണം എന്ന് നമ്മൾ ആദ്യം അവരിങ്ങോട്ട് പറഞ്ഞത് നമ്മൾ തിരിച്ചങ്ങോട്ട് പറയുന്നു. പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറഞ്ഞത് പഠിച്ചിട്ട് വെള്ളപൂശൂ എന്ന് പറയേണ്ടി വരുന്നു. അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കിയതും ഇവര് തന്നെയാണ്. വക്കീലും ഡോക്ടറും ഇസ്ലാമിക പണ്ഡിതന്മാരും ഒക്കെ, അതുപോലെ സോഷ്യൽ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഇസ്ലാം അങ്ങനെയാണ്, ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയാണ്, കൈവെട്ടിയ ആൾക്കാർ ഞങ്ങളിൽപ്പെട്ട ആൾക്കാരല്ല, ഞങ്ങൾ അവരെ അനുകൂലിക്കുന്നില്ല, എന്നാൽ അവരെ നിങ്ങൾ ഇവിടെ പ്രതികൂലിച്ചു. ഇപ്പോ ജോസഫ് മാസ്റ്റർ കൈവെട്ടിയ ആൾക്കാരെ ചിരിച്ചുകൊണ്ട് പോയല്ലോ വിലങ്ങണിഞ്ഞ്. എന്താണ് അവരെ ചിരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം? അവരെ അനുകൂലിക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ അവർക്ക് പിന്നിലുണ്ട് എന്ന് എല്ലാവരേക്കാൾ അവർക്കറിയാം. ഒരു ക്ലബ് ഹൗസ് ചർച്ചയുടെ ഭാഗങ്ങളാണ്, നമുക്കതൊന്ന് കേൾക്കാം. അമ്പലത്തിൽ പേര് വന്ന കാര്യം പറഞ്ഞു. അവര് ഇവിടെ പറഞ്ഞു, ജഹാംഗീർ വക്കീൽ പറഞ്ഞു, കൈവെട്ടിയവര് വെളുക്കെ ചിരിച്ച് എന്താണ് അവരുടെ ഫോട്ടോസ് പത്രത്തിൽ വന്ന കാര്യം പറഞ്ഞു. അവര് വെളുക്കെ ചിരിച്ച് എന്താണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ധൈര്യം അവർക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് വക്കീൽ ആദ്യം ആലോചിക്കേണ്ടത്. അതിലൊരു പ്രതി ജയിലിലായിരിക്കെ തന്നെ ഇലക്ഷന് നിന്ന് വിജയിച്ചു എന്നുള്ളതും വക്കീല് ആലോചിക്കണം. അവരെ ചിരിച്ചോണ്ട് പോകാനുള്ള കാരണം അവരെ അനുകൂലിക്കുന്ന, അവര് ചെയ്തത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന, അവരോട് ഐക്യപ്പെടുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ അവരുടെ പിന്നിലുണ്ട് എന്നത് അവർക്ക് വ്യക്തമായി അറിയാം. ഒന്ന്. രണ്ട്, അവർ അള്ളാഹുവിന്റെ ദീനാണ് നടപ്പിലാക്കിയത്, അള്ളാഹുവിന്റെ നിയമമാണ് നടപ്പിലാക്കിയത്. അള്ളാഹുവിനോടോ അവന്റെ റസൂലിനോടോ ആരെങ്കിലും എതിരിടുന്ന പക്ഷം അവൻ കൊല ചെയ്യപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടുകയോ ചെയ്യണം എന്നത് അള്ളാഹുവിന്റെ നിയമമാണ്. ആ നിയമമടങ്ങുന്ന ഖുർആൻ ഇന്നും ഇവിടെ നിലനിൽക്കുമ്പോൾ അവർക്ക് ചിരിക്കാം. കാരണം അള്ളാഹു അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു റിവാർഡ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം എന്നുള്ളതും വക്കീല് ആലോചിക്കണം. അദ്ദേഹത്തിന് വോട്ട് ചെയ്തത് മലക്കുകളല്ല, ഈ കേരളത്തിലുള്ള വിശ്വാസികൾ തന്നെയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. ഓക്കെ. പിന്നെ CAA പ്രൊട്ടസ്റ്റിനെ അനുബന്ധിച്ച് സമരം നടക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ വിളിച്ചു. ഇപ്പോ ജോസഫ് മാഷ്ടെ കൈവെട്ടി ജയിലിൽ കഴിഞ്ഞ ഒരു പ്രതി എലക്ഷനു മത്സരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം ജനപിന്തുണയുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസമാണ്. കാരണം ഞാൻ ചെയ്തത് ഒരു ധീരപ്രവൃത്തിയാണ്, എന്റെ ധീരപ്രവൃത്തിയും അള്ളാഹുവിന്റെ നിയമവും അറിയുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ കേരളത്തിലുണ്ട്. അവർ എന്നെ പ്രത്യക്ഷമായിട്ട് അനുകൂലിച്ചിട്ടില്ലെങ്കിലും പരോക്ഷമായി അനുകൂലിക്കും. ആ രൂപത്തിൽ അവർ എന്നോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് അവരുടെ സമ്മതിദാന അവകാശമായ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അത് തെറ്റിയതുമില്ല. ഞങ്ങൾ കൂടെ ഉൾപ്പെടുന്ന, ഞങ്ങളെയും കൂടെ ബാധിക്കുന്ന ഒരു കേസാണത്. പൗരത്വത്തിന്റെ ഇത് ഞങ്ങളെയും കൂടെ ബാധിക്കുന്നുണ്ട്. അത് മുസ്ലിം മതത്തിന്റെ മാത്രം വിഷയമല്ല.
ഓക്കെ, അതില് വന്ന് അതൊരു മതത്തിലേക്ക് മാത്രം ഒതുക്കി എല്ലാവരെയും ഒറ്റുകൊടുത്ത ജമാഅത്ത് ഇസ്ലാമിക്കാര് അള്ളാഹു അക്ബർ വിളിച്ച സമയത്ത് അന്ന് വക്കീലിനെ പോലെയുള്ള ആളുകളെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ അമ്പലത്തിൽ പിരിവ് ഇത്രയും വർഷങ്ങളായി ഇസ്ലാമിനെതിരെ ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു വന്നിട്ട്, അങ്ങനെ സാധാരണഗതിയിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പൊളിറ്റിക്കൽ ആൻഡ് ഇസ്ലാമിക് പാർട്ടികൾക്കെതിരെയൊന്നും ആരും സംസാരിച്ചിരുന്നില്ല. ഇൻഷാ അള്ളാ ഇൻകിലാബ് എന്ന് വിളിച്ചുകൊണ്ടായിരുന്നില്ല NRCയെയും CAയെയും ഒക്കെ എതിർക്കേണ്ടത്. നല്ലൊരു വിഭാഗം ആൾക്കാർ പാർട്ടിയില്ലാതെ, ജാതിയില്ലാതെ, മതമില്ലാതെ, കൊടിയുടെ നിറം നോക്കാതെ, അണികളുടെ എണ്ണം നോക്കാതെ ആ സമരത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ അവരിലേക്കു മാത്രം ഈ സമരത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഈ വിഷയം അവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നാക്കി ശ്രമിച്ചിട്ട് അള്ളാഹു അക്ബർ എന്നും ഇൻഷാ അള്ളാ ഇൻകിലാബ്, അള്ളാഹു വിചാരിച്ചാൽ ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ആ സമരത്തെ എതിരിട്ടത്. അതുകൊണ്ടാണ് ആ സമരം അവരിലേക്കു മാത്രം ഒതുങ്ങിയതും മറ്റുള്ളവരൊക്കെ അതിന്റെ CAA NRC പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി പിന്തിരിഞ്ഞതും. ഓക്കെ, അമ്പലത്തിൽ പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിന് പിരിവ് കൊടുക്കുന്നതിന് തുല്യാണെന്ന് പറയുമ്പോഴും ഓണം ക്രിസ്മസും ഒക്കെ ആഘോഷിക്കുന്നത് ഷിർക്കാണെന്ന് പറയുമ്പോഴും ഒന്നും നിങ്ങളെ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. അതൊക്കെയാണ് ഇവിടുത്തെ സംഖ്യ. പള്ളിക്ക് പിരിവ് ഇങ്ങോട്ട് പോരട്ടെ, നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതാണ്, നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന വളയില്ലേ, നിങ്ങളുടെ കാതിൽ കിടക്കുന്ന കമ്മലില്ലേ, കഴുത്തിൽ കിടക്കുന്ന മാലയില്ലേ, അരയിൽ കിടക്കുന്ന അരഞ്ഞാണമില്ലേ, അതൊക്കെ ഊരി ബക്കറ്റിലിടൂ, നിങ്ങൾക്ക് സ്വർണം വേണോ സ്വർഗം വേണോ? ഇത് ചോദിച്ചുകൊണ്ട് പബ്ലിക്കിൽ പിരിവരുന്നത് ആരായിരുന്നു? മുജാഹിദ് ബാലുശ്ശേരി. ഈ മുജാഹിദ് ബാലുശ്ശേരിയാണ് പറഞ്ഞത് ക്ഷേത്രത്തിന് പണം കൊടുക്കരുത്. ക്ഷേത്രത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞത് ബാലുശ്ശേരിയ. ഇവരെ ആരും എതിർത്ത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പിന്നെ രണ്ടാമത്തെ വസ്തുത, ഓണം ആഘോഷിക്കാമോ, ഡിപ്ലോമാറ്റിക് ആകണം എന്ന് പറഞ്ഞ സിംസാറുൽ ഹഖ് ഹുദവി, പെണ്ണുങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നീട് പെണ്ണുങ്ങൾ എങ്ങനെ ഡോക്ടറാകും, ഡോക്ടർമാരെ കണ്ടാൽ മതി, അതും മുസ്ലിം ആയിരിക്കണം എന്ന് ഡോക്ടർമാരുടെ തുണി പൊക്കി നോക്കി അവരുടെ ജാതിയും മതവും നോക്കാൻ പഠിപ്പിച്ച സിംസാറുൽ ഹഖ് ഹുദവിയെ ഒക്കെ വിമർശിക്കാൻ എത്ര പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഉപയോഗിക്കുന്നത് മനസ്സിലായോ? ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് താലിബാൻ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തിട്ട് ഡോക്ടർ അബ്ദുള്ള എഴുതിയ പോസ്റ്റിന് 423 ഷെയർ ഉണ്ടായിരുന്നു. അതൊന്നും അള്ളാന്റെ മലക്കുകൾ വന്ന് ചെയ്തതല്ല, ഈ കേരളത്തിലെ മലയാളികളായ വിശ്വാസികളാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 15% ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ താലിബാനെയൊക്കെ അനുകൂലിക്കുകയും അവർക്ക് വേണ്ടി പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുന്നതാണ് സംഖ്യകൾ എടുത്ത് ഉപയോഗിക്കുക. അത് വക്കീലന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ ഇവിടെ ഞാൻ സംസാരിക്കട്ടെ ഞങ്ങളാണ് ഇവിടെ ന്യൂനപക്ഷം. ഓക്കെ, മുസ്ലിംസില് അതിൽ കുറവ്, അതായത് നിങ്ങൾ കളിയാക്കി പറയുന്ന 4, 3, 7 പേര് ഞങ്ങളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കല്ല നിങ്ങൾ വേണ്ടത്. നിങ്ങളുടെ ഉള്ളിലെ പുഴുക്കുത്തിനെ ആദ്യം തിരിച്ചറിയാൻ നോക്കുക. ഇവിടെ ഗായത്രി പറഞ്ഞു, കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന് ഒഴുക്കിനെതിരെ നീന്താണ്. അത് സാധാ ഒരു ചെറിയ പുഴയിലെ ഒഴുക്കിനെതിരെ അല്ല, വെള്ളച്ചാട്ടത്തിലെ ഒഴുക്കിനെതിരെയാണ് ഞങ്ങൾ നീന്തുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഞങ്ങൾ വിമർശിക്കുമ്പോ ഞങ്ങൾ നിങ്ങളെയല്ല വിമർശിക്കുന്നത്, നിങ്ങളുടെ പ്രമാണങ്ങളെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. ഒരു വ്യക്തിയെ പോലും പേരെടുത്ത് പറഞ്ഞ് ഇന്നേ വരെ ഒരാളും വിമർശിച്ചിട്ടില്ല. ഓക്കെ, എന്നിട്ടും ഖുർആനെ ഹദീസിനെയും പറയുമ്പോ ഇങ്ങനെ വിരളി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങള് എന്നും ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് മതം വിശ്വസിക്കാനും ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? എത്രയോ വർഷങ്ങളായി ഇസ്ലാമിലെ ഇത്തരം മാനവിക വിരുദ്ധതയെയും സ്ത്രീ വിരുദ്ധതയെയും ജനാധിപത്യ വിരുദ്ധതയെയും ജീവനും ജീവിതവും ത്യജിച്ച് നിർഭയത്വം ഈ ജിഹാദികളുടെ കാൽക്കീഴിൽ പണയം വെച്ച് ഈ വിഷയങ്ങൾ സമൂഹ മധ്യത്തിൽ പറഞ്ഞപ്പോൾ അതിനുണ്ടായ റിസൾട്ടാണ് ഇതൊക്കെ. ഇത്തരം പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ നിന്ന് ഇനിയും ഉയർന്നു വരണം. വിശ്വസിക്കാതിരിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം, അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് എന്നുണ്ടാകുന്നോ അന്ന് നമ്മൾ വിമർശനം നിർത്തും.
അതില്ലാത്തിടത്തോളം കാലം കുഞ്ഞു മക്കളെ വരെ മുർത്തത് ആയിക്കഴിഞ്ഞാൽ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് വിശ്വസിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വിമർശിക്കേണ്ടി വരും. ആ വിമർശനത്തിന്റെ മൂർച്ച കുറച്ച് കൂടിയെന്നും വരും. കഴിഞ്ഞ ദിവസം ഓൺലൈൻ പഠനമെന്ന രൂപത്തില് ഒരു ഉസ്താദ് പ്രസംഗിച്ചത് നമ്മളൊക്കെ കേട്ടവരാണ്. മതം വിട്ടവൻ കൊല്ലപ്പെടേണ്ടവനാണ്, അവൻ ജീവിക്കേണ്ടവനല്ല. ഈ ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ വളർന്ന് ISIS പോയ റാഷിദ് അബ്ദുള്ളമാരാകത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആയാൽ കുറ്റം പറയാൻ പറ്റുമോ? ഒരാള് എക്സ് മുസ്ലിം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ വിശ്വാസം പോയി കഴിഞ്ഞാല് കുടുംബത്തിൽ നിന്ന് പുറത്താക്കുകയാണ്, അല്ലെങ്കിൽ മാനസിക രോഗിയാണെന്നും പറഞ്ഞ് കൗൺസിലിങ്ങിന് കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ വരുമാന മാർഗം ഇല്ലാതാക്കി ജീവിതം വഴിമുട്ടിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്ന ഉമ്മത്തിൻ ഗുണ്ടകളെ നിങ്ങൾക്ക് കാണില്ല. ഞങ്ങൾ 4-3-7 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ വോട്ട് ബാങ്ക് അത് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അവരെ നിങ്ങൾക്ക് തലോടി തഴുകി കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നം. അഴിഞ്ഞാടി ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എക്സ് മുസ്ലിം ആവുന്നതെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നിങ്ങൾക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയില്ല. ഇന്നലെ വരെ എനിക്കെതിരെ ഒരു ഇസ്ലാമിസ്റ്റ് ഇട്ട കമന്റ് ആണ്, എല്ലാവരും നല്ല ഫാമിലി ആയിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ ഉള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഞാൻ മതം വിമർശിക്കുന്നതെന്ന്. മനസ്സിലായോ? അതായത് കുടുംബ പ്രശ്നം കാരണമാണ് ഞാൻ മതം വിട്ടതെന്ന്. കുടുംബ പ്രശ്നം കാരണം മതം വിടുകയാണെങ്കിൽ ഈ ഉമ്മത്തിൽ എക്സ് മുസ്ലിംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആദ്യം ആലോചിക്കണം. ഓക്കെ, ഈ ബയാർത്തങ്ങളുടെ ഭാര്യയൊന്നും മതം വിട്ടിട്ടില്ല. അപ്പൊ ഇത്തരം വൃത്തികെട്ട വാദങ്ങളാണ് ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുക. കാരണം ഞങ്ങൾ സത്യസന്ധമായി മതത്തെ വിമർശിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാൻ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ആകെയുള്ള വഴി എന്താണ്? ഒന്നുകിൽ ബ്രദേഴ്സിനെ കൊണ്ടുവന്നിരുത്തി ഞങ്ങളുടെ പരദൂഷണം കേൾക്കുക, അല്ലെങ്കിൽ ഇത്തരം വൃത്തികെട്ട ന്യായവാദങ്ങൾ ഉന്നയിക്കുക. അത് മാത്രമേ ഈ ഉമ്മത്തിൻ ഗുണ്ടകൾ ഞങ്ങളോട് ചെയ്തിട്ടുള്ളൂ. പിന്നെ എല്ലാ വക സകല പ്രിവിലേജുകളും അനുഭവിച്ചിട്ട് ലിബറൽ ആയിട്ടുള്ള ഫാമിലിയിൽ ജീവിച്ച് വരുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക്, അതായത് റൂബിനെ പോലെയും വക്കീലിനെ പോലെയൊക്കെ ഉള്ള ആളുകൾക്ക് മതത്തിനെ കുറിച്ച് യാതൊരു ഇല്ല, അങ്ങനെ തന്നെ പറയട്ടെ. ഓക്കെ, എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുമ്പോ സ്വാതന്ത്ര്യം എല്ലിന്റെ ഇടയിൽ കുത്തുമ്പോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാവില്ല. മനസ്സിലായോ? ഇങ്ങനെ കുറച്ച് ആളുകൾ ഞങ്ങളുടെ മതത്തെ വിമർശിച്ചിട്ട് ഒരു റിഫോർമേഷനോ എന്തെങ്കിലും ഈ മതത്തിൽ നടന്നു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ ഈ ഒറ്റുകാരുടെ കുപ്പായം ഊരി വെച്ച് നിങ്ങൾ ഒരു റീഫോമറുടെ കുപ്പായം അന്ന് നിങ്ങൾ എടുത്തണിയും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഒക്കെ അതറിയണമെങ്കിൽ 1985 ഷാബാനു ബീഗത്തിന്റെ ഒരു മെയിന്റനൻസ് കേസ് നടന്നു. അവരുടെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ ലോയറാണ്. അപ്പോൾ ഈ പെണ്ണ് മെയിന്റനൻസിന് വേണ്ടിയിട്ട് 4 കുട്ടികളുമായി കോടതി വരാന്ത കയറിയിറങ്ങി. എത്ര കാലം കയറിയിറങ്ങി, എന്നിട്ട് മെയിൻ്റനൻസ് കിട്ടിയില്ല. ഒടുവിൽ രാജീവ് ഗാന്ധി സർക്കാർ ഇവർക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് കൊടുക്കണമെന്ന് എഴുതി വെച്ചു. അപ്പോൾ അത് കൊടുക്കരുത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് 1973 ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയൊരു നിയമവുമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ വന്നു. അതായത് മതപരമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് അവർ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം പ്രവാചകൻ കൊടുത്തത് ഒരു റുമാൽ, ഒരു കഷ്ണം തുണിയാണ്, കണ്ണീർ തുടയ്ക്കണ്ടേ, അതുകൊണ്ട് അതുപോലെ എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് എഴുതി വെച്ചു. പിന്നീട് നിയമം തന്നെ മാറ്റേണ്ടി വന്നു രാജീവ് ഗാന്ധി സർക്കാരിന്. അപ്പോഴേക്ക് ഈ നിയമം മാറിയത് ഞങ്ങളാണത് മാറ്റിയത് എന്ന് പറഞ്ഞ് ആ നിയമം ഇപ്പം 8 മമ്മൂഞ്ഞിനെ പോലെ 8 മമ്മൂഞ്ഞിന് കുട്ടികൾ ഉണ്ടാവില്ല. എവിടെ കുട്ടി ജനിച്ചാലും അത് എൻ്റെ കുട്ടിയാണെന്ന് പറയുന്നത് പോലെ എവിടെ എന്ത് റിഫോർമേഷൻ നടന്നാലും അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരും. സാരമില്ല, അത് അവരുടെ ബേസിക് ക്യാരക്ടറാണ്. ഇത് നിങ്ങളൊക്കെ പറ്റുകയും ചെയ്യും. പിന്നെ ഇവിടെ ജാസുസ്താദ് പറഞ്ഞു ഞങ്ങൾ സംഘപരിവാറിന്റെ മാതൃക മുഹമ്മദ് ആണെന്നും പറഞ്ഞിട്ട് ഞങ്ങള് ഒരു റൂം തുടങ്ങിയെന്ന്. ശരിയാണ്, ഞങ്ങൾ റൂം തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഇല്ലാത്തത് അവിടെ പറഞ്ഞോ? ഇല്ല. ഖുർആനിലെയും ഹദീസിലെയും മാത്രം കാര്യങ്ങളെ ഞങ്ങൾ അവിടെ വിശദീകരിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾക്കെതിരെ നിങ്ങളിടുന്ന റൂമുകളുടെ പേര് ഞാനൊന്ന് വായിച്ചാൽ: ജബ്രാദി യുക്തിവാദം, മാതൃഭോഗത്തിന്റെ ശീതള ചായ, പിന്നെ ജബ്രണികളുടെ ചൊറിച്ചിൽ മാറ്റാൻ ജബ്രകൾ തികയുമോ, നിങ്ങളുടെയൊക്കെ മറ്റേ ഉസ്താദുമാര് ഇടുന്ന ഗ്രൂപ്പുകളുടെ പേരാണിത്. മനസ്സിലായോ? പിന്നെ യുക്തിവാദികൾ വിഷാദ രോഗമുള്ളവരാണെന്നും ആത്മഹത്യാ പ്രവണത ഉള്ളവരാണെന്നും അവർക്ക് ജീവിത ലക്ഷ്യം ഇല്ലാത്തതും. അതല്ലെങ്കിൽ തന്നെ ഇസ്ലാമിസ്റ്റുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കാകെ എല്ലാത്തിന്റെയും ഓൾ ഇൻ ഓൾ ഭോഗം മാത്രമാണ്. അമ്മയെ ഭോഗിക്കുക, മൃഗത്തെ ഭോഗിക്കുക, ശവത്തെ ഭോഗിക്കുക, ഗുദഭോഗം, എന്ത് പറഞ്ഞാലും അവരുടെ രീതികൾ അവിടെയേ ചെന്ന് അവസാനിക്കും. അപ്പൊ പിന്നെ
ക്ലബ് ഹൗസ് ചർച്ചയുടെ പേര് മാത്രം നമ്മളെടുത്ത് വിമർശിച്ചത് കൊണ്ട് അർത്ഥമില്ല. തന്നെ അവർക്ക് പെട്ടെന്ന് ആത്മഹത്യാ ടെൻഡൻസി കൂടുതലാണ് എന്നും പറഞ്ഞ് നിങ്ങളാണ് ഈ ഫസ്റ്റ് നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നതെല്ലാം യുക്തിവാദികളാണോ? റൂം തുടങ്ങി ചർച്ച ചെയ്തത്. മനസ്സിലായോ? അപ്പോ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ വ്യക്തിപരമായോ അല്ലെങ്കിൽ മുസ്ലിംസ് ഇങ്ങനെയാണെന്നോ പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ഒരു റൂം തുടങ്ങില്ല എന്നുള്ള നിർബന്ധം ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളുടെ പ്രമാണങ്ങളിൽ തിരഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ വിഷാദവും മുഹമ്മദിന്റെ ആത്മഹത്യാ ടെൻഡൻസിയും അവിടെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ അത് ഒരു 6 മാസക്കാലം പ്രവാചകന് ദൈവിക വെളിപാട് വരാതിരുന്നു. അപ്പം അയ്യോ ജിബ്രീൽ എന്നെ കൈവിട്ടോ, പടച്ചോൻ എന്നെ ദൈവദൂതനിൽ നിന്നും എടുത്തു മാറ്റിയോ എന്ന് പേടിച്ച് ഗുഹയുടെ മുകളിൽ കയറിയിട്ട് ചാടി ആത്മഹത്യ ചെയ്താലോ, പാറയുടെ മുകളിൽ കയറിയിട്ട്. അങ്ങനെയൊക്കെ പ്രവാചകന് തോന്നിയതായിട്ട് സുഹീഹായ ശരിയായ ഹദീസുകൾ റിപ്പോർട്ടുകളുണ്ട്. പ്രയോഗിച്ചു. മനസ്സിലായോ? അപ്പൊ വടി തരുന്നത് എപ്പോഴും നിങ്ങളാണ്. അതെടുത്ത് ഞങ്ങൾ നിങ്ങളിൽ തന്നെ പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഞങ്ങൾ ഗായത്രി പറഞ്ഞതാണ് പറയാനുള്ളത്. വെള്ളച്ചാട്ടത്തിന് കുറുകെ ഞങ്ങൾ നീന്തുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ പുറങ്കാ ഈ ഒരു ചർച്ച കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം റിയൽ ഇസ്ലാമിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ എന്തൊക്കെയാണ്, ഒരാൾ മതത്തിനെതിരെ പറഞ്ഞാൽ, പ്രമാണങ്ങളിൽ ഉള്ളത് പറഞ്ഞാൽ എന്താണ് സമൂഹത്തിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എന്ന് 1-2 പേരെങ്കിലും മനസ്സിലാക്കിയല്ലോ. ക്രമേണ മാറ്റമുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.